ഗൈസ്, ഞാൻ പലതവണ എന്താ നമ്മുടെ ഈ ഷൂട്ടിംഗ് ഗെയിംസ് ഒക്കെ ഒഴിവാക്കി വയലൻസ് ഒക്കെ ഒഴിവാക്കിയിട്ട് എങ്ങനെയെങ്കിലും സമാധാനമായിട്ട് വല്ല മൈൻഡ് ക്രാഫ്റ്റോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനം കളിച്ച് ജീവിക്കാൻ വിചാരിച്ചിട്ട് പിള്ളേർ സമ്മതിക്കുന്നില്ല. എപ്പോഴും അങ്ങ് വിളിയാണ്, വാടാ 2 വെടിയൊക്കെ വെക്കാം വാന്ന് പറഞ്ഞിട്ട്. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു അതിനെ ആയിക്കോട്ടെ, നമുക്ക് 2 വെടിയൊക്കെ വെച്ചിട്ട് പോവാം. ഞാൻ പറഞ്ഞു വാടാന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ എന്ത് പറയണം, എന്നാ നമുക്ക് ഇന്ന് 2 വെടിയൊക്കെ വെച്ചിട്ട് ഇന്നത്തെ കളി സ്റ്റാർട്ട് ചെയ്തേ. ലെറ്റ്സ് ഗോ. ഇപ്പൊ നിങ്ങളുടെ എന്താടാ എന്താടാ മോനുവിന് വരെ താഴെ അതാണ് ആകെ ഉള്ളൊരു ത്രെട്ട് മോനുമാണ്. എനിക്ക് ഒറ്റ വാക്കേ ഉള്ളൂ പറയാനായിട്ട്. കില്ലിങ് എന്നുള്ള കാര്യം മാത്രമേ എന്റെ മൈൻഡിലുള്ളൂ. പക്ഷെ ഇന്ന് തോറ്റു കഴിഞ്ഞു ഞാൻ മേലെ ഒരുത്തിനോട് മണ്ടത്തില്ല. വീഡിയോക്ക് വേണ്ടിയിട്ടെങ്കിൽ അതിലൊക്കെ ജയിച്ചു തരണം എന്നേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ മാത്രമേ ഉള്ളൂ. ശരി, ഇത് മെയിൻ കളിയല്ലേ? ഇത് മെയിൻ കളിയല്ലേ? വേറെ റൂൾസ് ഒന്നും ഇല്ലല്ലോ? കുഴപ്പമില്ലല്ലോ. ഒരു റൂളേ ഉള്ളൂ, ഞാൻ അടുത്ത് വരുമ്പോ നിന്ന് അങ്ങ് തന്നേക്കണം. അതേ എനിക്ക് പറയുള്ളൂ. എനിക്ക് മോനുവിനാണേ പറയുള്ളൂ. മോനു ഞാൻ നിന്റെ കസിനാണ്. ഇവിടെ കസിന് നീ താഴെ ഇറങ്ങ് സഫിയെ. സഫിയ ചേച്ചി താഴെ ഇറങ്ങ്. സഫിയ ഇറങ്ങ്, താഴെ ഇറങ്ങ്. നീ എന്തുദ്ദേശിച്ചു? സമയം തരത്തില്ല, നിക്കറ് പോലും ഇടാനുള്ള സമയം തരത്തില്ല. വേണ്ട, എനിക്ക് അതാ വേണ്ടത്. എനിക്ക് നിക്കർ പോലും അല്ല, എനിക്ക് ഒന്നും ഇടണ്ടെന്ന്. കുഴപ്പമില്ല, നിങ്ങൾ ചേച്ചി ചേച്ചി പക്ഷെ എനിക്കൊരു പ്രശ്നമുണ്ട് കളിയാ. പൊതുവെ ഞാൻ പെണ്ണുങ്ങളെ ഉപദ്രവിക്കത്തില്ലടാ. ഞാൻ സഫീനെ ഗൗരിയൊന്നും വെടി വെക്കത്തില്ല. വല്ലാത്തൊരു ഇതാണ് എനിക്ക്. പക്ഷെ ജെൻഡർ ഈക്വാലിറ്റി ആയിരിക്കും. ഞാൻ ഇന്ന് അറിയും പെണ്ണ് കാണുന്നൊന്നുമില്ല. ഇന്ന് അറിഞ്ഞ് ചോര മാത്രമാണ് താഴെ ഒഴുകാൻ പോകുന്നത്. മുന്നേ തുടങ്ങും പെട്ടെന്ന്. സഫിയ ഗൗരി മാത്രമേ ഉള്ളൂ അവിടെ പെണ്ണായിട്ട്. സോ അറ്റ്ലീസ്റ്റ് ഒരു ഇതിനു വേണ്ടി പോകണം. ഇല്ല ഞാൻ കിക്ക് ഔട്ട് ചെയ്തോളാം. ഐ വിൽ നോട്ട് ലെറ്റ് എനിവൺ ടു സ്പെക്ടേറ്റ്. ഐ വിൽ നോട്ട് ലെറ്റ് എനിവൺ ടു സ്പെക്ടേറ്റ്. ഇല്ല നോട്ട് ലെറ്റ് എനിവൺ ടു സ്പെക്ടേറ്റ്. ഓക്കേ ബൈ. സഫിയ ഇത് ഒരു സ്ലോട്ടും കൂടെ ഉള്ളു. സഫിയ ഫില്ല് ചെയ്യും. സംഭവം കിട്ടട്ടെ. അതുകൊണ്ടാണ് പറഞ്ഞത് പ്ലീസ്. ഓക്കേ ദെൻ ലീവ് ഇറ്റ്. കിക്ക് ഔട്ട് കളിക്കാൻ കേറിയാലും അത് കുറച്ച് തോന്നുന്നു. തോന്നുന്നു എന്താ കിക്ക് ഔട്ട്. ഓക്കെ ഞാൻ നിന്നെ ഇതാക്കണം. അയ്യോ ഇതിനകത്ത് ലീഡറാക്കാൻ പറ്റില്ലല്ലോ. സോറി സഫിയ. മാച്ച് റൂമിൽ പോയിട്ടല്ല എനിക്ക് ഞാൻ പൊക്കോളാം. പാവം കിക്കോട്ടാണല്ലോടാ. അവൾ എന്ത് വിചാരിക്കോടാ എന്നെ പറ്റിട്ട്? ഞാൻ ഒരു പാവല്ലടാ. നിന്റെ ഞാൻ ഒന്നും പറയുന്നില്ല, വിട്ടേക്ക്. ഞാൻ അതിനേക്കാളും വലിയ ക്രൂരനാണ്. ഇവിടെ ആരെയും ഡയലോഗ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ്. അതിപ്പോ എനിക്ക് അങ്ങനെ ആരൊന്നും ഇരുന്നില്ല. ഞാൻ കളി തോറ്റാലും സീനാണ്, കളി ജയിച്ചാൽ ഓക്കെയാണ്. അപ്പൊ എടുത്തോടാ, എനിക്ക് അങ്ങനൊന്നും ഇല്ല. ഏത് മാച്ച് വേണേ എടുത്തോ, എനിക്ക് കൊല്ലമുള്ളയാ. അതിനോ സ്റ്റാർട്ട് കൊടുക്കണേ. ശരി എന്തോ താഴെ 4 കിടിലങ്ങളാണ് ഉള്ളത്. എനിക്കറിയാടാ നീ എന്തിനാ റഷ് ഇങ്ങനെ അതിനോടാ. ഞാൻ സ്റ്റാർട്ട് ചെയ്യണേ. ഞാൻ ഒന്നും പറഞ്ഞില്ല. സ്റ്റാർട്ട് എനിക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. എനിക്ക് സ്റ്റാർട്ട് നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും എന്ന് എനിക്ക് പറയാനുള്ളു. ഈശ്വര ഇത് ഏത് ലോഡ് ഔട്ട്? എന്റെ കണ്ണല്ലേ. അല്ല ലൈക്ക് ഒരാള് വന്നില്ലടാ. പ്രീ മാച്ചിങ് ഇല്ലാത്ത കിടക്കുവാണ്. എനിക്ക് തോന്നുന്നു സാൽവത്തോർ കണ്ട് വോൾവറിൻ കണ്ട് എല്ലാരും വേണ്ടോ ലോഡ് ഔട്ട് ചേഞ്ച് ആവൂടാ പടപടയെന്ന്. എനിക്കും അത് പ്രശ്നമുണ്ട് മോനെ. മോന് എന്തായാലും എടുക്കുന്ന തൊട്ടപ്പുറത്തെ വീട്ടിലെ കറക്റ്റ് ഞാൻ വീഡിയോ എടുക്കാൻ എപ്പോ കീറോ അപ്പൊ കുറയ്ക്കാൻ തുടങ്ങും. അറിയാം നായിനെ. പണ്ട് ഞാൻ ഒരുത്തിയെ കാണാൻ പോകുമ്പോഴത്തേക്ക് ഇതേപോലെ ആയിരുന്നു. പട്ടി എന്നെ കാണുമ്പോ എപ്പോഴും കുഴയ്ക്കും. ഞാൻ രാത്രി അവിടെ വീട്ടിൽ കയറുന്ന പോലെയാണ്. എടാ ഞാൻ വലിയായിട്ട് പോകുന്നില്ല കേട്ടോ, നീ ആദ്യം പോയി ചത്തിട്ടോ. എനിക്ക് ഇവിടെ ഈ സ്ഥലം ഏതാന്ന് അറിയാലോ. അപ്പുറത്ത് 4 പേരാണ് കളിക്കുന്നത്. എനിക്ക് പേടിയാ. നമുക്ക് ഒരുമിച്ച് കളിക്കാം. എനിക്ക് കാരണം മോനും എന്തായാലും വാശിയിലായിരിക്കും കളിക്കുന്നത്.
നിക്ക് വാ 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 വാ. വാൾട്ടർ മോൻ ഒരു വാൾട്ടർ സ്വഭാവം കാണിക്കാൻ. സഫീർ വീണ്ടും വന്നടാ പാവം. എടാ എന്താ എടാ പട്ടി കടയാടി മോനെ എന്നെ. ഗൗരിയല്ലേ അവിടെ തോന്നുന്നു അറിയില്ല. ഇപ്പൊ ഞാൻ നീയാണെന്ന് വിചാരിച്ചു ഇങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തടാ. മോഹൻ നോക്കിക്കായിരുന്നു. ഹെഡ് ഷോട്ട് ആണ്. നല്ല ആരാടാ എനിക്കറിയില്ല. പോകും വലിയായിട്ട് പോകും കേട്ടെ. എനിക്കൊരു കാരണം എടാ ഇപ്പൊ കുറച്ച് നാളായി ഞാൻ ഇപ്പൊ കളിച്ചിട്ട്. ഏതോ എന്നെ കൊന്നടാ. ഐ തിങ്ക് ആരാ കൊന്നേ അറിയില്ലടാ. മറ്റേ എനിക്ക് തോന്നുന്നു മോന് വേണം തോന്നുന്നു. അവന്റെ അല്ലേ യൂസേഴ്സ് നെയിം ഉള്ളത്? അവൻ തന്നെ. അതന്നെ കൊന്നു. എനിക്ക് ഗൗരിയെ കൊല്ലണമെന്ന് ഭയങ്കര എന്റെ കൈ അങ്ങ് നനയുന്നടാ. വെയിറ്റ് എടാ തോറ്റിക്കല്ലേ എടാ. കാരണം ഞാൻ ഒരുമാതിരി വെല്ലു വിളിച്ചിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. താങ്ക് യു. അതെന്താ എന്ന് ഞാൻ അതെങ്ങനെയാടാ ബോംബ് വീഴുന്നേ? ആ സമയത്ത് മോനുന്റെ ഫ്രണ്ട് മാത്രമേ ഉള്ളൂ എനിക്ക്. ചേട്ടാ വരുന്നുണ്ടേ അച്ഛനെ നിന്റെ ബാക്കില് പുണ്ണാക്ക് കിട്ടിയല്ലോ മോനുനെ വെറുതെ വിടല്ലേ. കൊന്നു കോപ്പ്. ഞാനിപ്പോ മോനെ ഞാൻ അങ്ങോട്ട് ബാക്കിൽ ഇരുന്ന് അങ്ങോട്ട് കളി കളിക്കാൻ നിന്നില്ല. ഞാൻ ഇങ്ങനെ ഇരുന്ന് മൂഞ്ചുന്നോണ്ടാണ് ഒമാർ അറിയുന്നത്. പട്ടി വീണെന്ന് തോന്നുന്നു. പോടാ കൊച്ചുണ്ടി കടയാടി മോനെ. ഒളിച്ചിരുന്ന് അവനെ കാണത്തില്ല വിചാരം. അവനാണ് മായാവി. നിന്റെ അപ്പന്റെ കൂടെ കളിച്ചു വളർന്നു ഞാൻ. അസറേ ഞാൻ ഒന്നും പറയുന്നില്ല. ആത്മഹത്യ എത്ര കൊതിയാണെങ്കിൽ അങ്ങ് കീറി അങ്ങ് ഓടുവാണല്ലോ. സ്മോക്ക് ഒക്കെ ഇട്ട് കളിക്കാം. കിട്ടിയല്ലോ. സന്തോഷമുണ്ട് ഗൗരി. ഒരു മിനിറ്റ് കുറെ മൂഞ്ചാനായിട്ട് വെറൈറ്റി വിളിക്കാം. ഞാനാണെങ്കിൽ അതിനാണെങ്കിൽ കാണുന്നത്. ടെൻഷൻ അടിക്കാറുണ്ട്. അത്ര കില്ല് നല്ല പോന്നേ. ആദ്യം കില്ല് ഞാൻ അങ്ങോട്ട് പോലെ നോക്കല്ലേ. അവിടെ ആളൊക്കെ ഉണ്ട്. നമുക്ക് ബാക്കി കൂടെ പോയാലോ? പട്ടി ആദ്യം പട്ടിയെ കൊല്ലും. അത് കഴിഞ്ഞുള്ളൂ ബാക്കി ടോക്ക്. നല്ല വിലയുള്ള പട്ടിയാണോടാ പറയുന്നത്? ജർമ്മൻ ഷെപ്പേർഡാ. എന്തായാലും ഞാൻ ഇവിടെ കഷ്ടപ്പെട്ട് കറങ്ങി വന്നപ്പോഴത്തെ ഒരു നായ്ക്കളില്ല. അയ്യോ അപ്പടാ ഇത് ഈസി കളി. എനിക്ക് വലിയ ആൾക്കാരെ കൊണ്ടുപോടാ. പ്രോ പ്ലേസിനെ കൊണ്ടുപോവാ. ഇമാർക്ക് എനിക്ക് ഞാൻ കുറച്ച് നാളായിട്ട് മറ്റേ ഏതാണ് ICR ഇട്ട് ഞാനൊന്ന് കളിക്കുന്നുണ്ട് മോനെ. തടിക്കകത്തൊരു തുള ഇട്ട് ആ തുളക്കകത്തൂടെ വെടിവെക്കുന്ന ഒരു മഹാനുണ്ട് അവിടെ, ഒരു നായി. അവൻ എനിക്ക് ഇഷ്ടമല്ല. നായി പേടിപ്പിക്കാൻ. എടാ എനിക്ക് കാര്യം പറയണം. നമ്മൾ ഈ നല്ലത് ചെയ്തവർക്കൊക്കെ നല്ലത് വരും, പന്നത് ചെയ്തവർക്കൊക്കെ പന്നത് വരും. ഈ ഡയലോഗ് ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോ.
പോടാ എന്നെ നോക്കിയെന്നാണ്. ആ ഇവനാണെങ്കിൽ മറ്റേ ഇത് വഹിക്കുന്നുണ്ട്. ഇത് ഹറാമാണ്, ഹറാമായ കണ്ടു വഹിക്കുന്നത്. ചന്ദ്രനിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഞാൻ പറയുന്നതിന് ബാക്കി പറ. ചന്ദ്രനിൽ അറിയാമോ നോക്കട്ടെ. ചന്ദ്രനിൽ കൊല്ലണോ? എവിടെ ജാട കളിക്കുന്നമാര്. എടാ ഞാൻ ഈ വയലൻസ് ഒക്കെ നിർത്തണമെന്ന് വിചാരിക്കുന്നത്, നിങ്ങൾ സമ്മതിക്കത്തില്ലല്ലോ. ഞാൻ എന്ത് പന്നക്കളിയാടാ കളിക്കുന്നത്. ഒന്ന് വിൽക്കുന്ന അറിയാതെ നായ്ക്കളൊക്കെ നാലോടത്തിന് തീർത്ത പ്രാവുന്നുണ്ടായിരിക്കും. ഞാൻ എന്ത് ചെയ്യാനാടാ. വയലൻസ് 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 ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് ഡാ. പക്ഷെ എന്താന്നറിയില്ല. കിഴപ്പങ്ങ് മാറിക്കോ. മൂക്കിനാണെങ്കിൽ ഒരുമാതിരി 2 ലിറ്റർ മൂക്കളയാണ് വരുന്നത്. എന്തൊരു ശല്യമാണ്. കളിക്കാൻ നേരം വരും. പനി പിടിച്ചോ? ഇന്നലെ നീ പറഞ്ഞല്ലോ പനി പിടിച്ചോ. എന്ത് ചെയ്യാനാടാ. ടോക്സിക് പീപ്പിൾസ്. എടാടാ അവനെ മറ്റേ ആ ഗണ്ണും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ടേ. ഏതാ റെക്യുലേറ്റർ ആണോ? പറട്ടെ. കൊന്നിട്ടുണ്ട്. എടാ ഞാൻ മൂച്ചിക്കളി കളിക്കുന്നുണ്ടോ? ദേഷ്യം വരുന്നു. ഞാൻ സത്യം അലമ്പടികളാ കളിക്കുന്നത്. തീർത്തക്കന്മാരെ വേണ്ട അമ്മാരെ. ഇതിൽ ആര് MVP ആവുന്ന അവൻ വത്തക്കുരങ്ങനാണ് കൺഫേം. അപ്പൊ നീ വത്തക്കുരങ്ങൻ. ഞാൻ സത്യടി ഞാൻ കൊന്നിട്ടില്ല ആൾക്കാരെ. നീയാണ് ആൾക്കാരെ കൊന്നിട്ടുള്ളത്. സത്യടി ഞാൻ കൊറേ വട്ടം ചത്ത്. വത്തക്കുരങ്ങൻ വേണ്ട വേണ്ട നോക്കുമ്പോ തല കയറി നിരങ്ങുന്നു. ഏയ് പൈലകളെ സൗഖ്യമാ? ഹലോ 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 കേട്ടോ സംസാരിക്കടാ. ഹലോ കേക്കുന്നില്ലേ? അടുത്ത കളിയിടാം നമുക്ക്. ഈ മാപ്പ് ഒന്ന് മാറ്റിയിടാം. നമ്മള് ഈ മാപ്പ് മാറ്റിയിടും. പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്നില്ല. ആരും ഇതുവരെ കളിക്കാത്തൊരു സ്ഥലമാണ്. ഇപ്പൊ അതിനുമ്പോ മാപ്പ് ഡൗൺലോഡ് ആയിട്ടില്ലെന്ന് കാണിക്കും. അറിഞ്ഞിടും എല്ലാത്തിനും. ഞാൻ രാത്രിയിലാന്ന് ഞാൻ നോക്കത്തില്ല. ഇവിടെ മാപ്പ് ഡൗൺലോഡ് ചെയ്യാത്ത അല്ല നോക്കട്ടെ. ഞാൻ നല്ലൊരു സ്ഥലം ഇടട്ടെ. വെയിറ്റ്. സ്റ്റാൻഡ് ഓഫിൽ ഒരു പറ്റിയ സ്ഥലമുണ്ട്. റെഡി എന്റെ പ്രൈവറ്റ് ബോട്ടിലാണ് ഇന്നത്തെ കളി. തുടങ്ങാം. എടാ റെഡി കൊടുക്കടാ. ആരടാ? അസറേ മോനെ. എന്താണ് മോനെ? കൊറേ പേര് അങ്ങ് ചോദിക്കുന്ന ഈ വീഡിയോ ഇട്ടിട്ട് നിനക്ക് എന്താണ് കിട്ടുന്നത്, നാളെ വലിയ പോയി ജോലി എടുക്കാനൊക്കെ. പക്ഷെ ഈ പറയുന്ന ഏതെങ്കിലും ഒരുത്തന് ഈ മൂഞ്ചി കാണിച്ച് വീഡിയോ ഇടാൻ ധൈര്യം ഉണ്ടെങ്കിൽ അവൻ പറഞ്ഞാൽ മതി എന്റെ അടുത്ത്. പക്ഷെ കുറെ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാ. അവർക്ക് വേണ്ടിയിട്ടാണ് സംഭവം എന്ന് വെച്ച് ഞാൻ പറയട്ടെ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ നല്ല മക്കളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോണാടി അടിക്കാനായിട്ട് അറിയാം. കോണാടി എന്ന് വെച്ചാൽ ഒന്നും ചെയ്യത്തൂല്ല. നല്ലവനായ മൈരമാർക്ക് ഒരു കിണ്ടി ഉണ്ടാക്കാൻ അറിയത്തില്ല. അവര് മണ്ടക്ക് ഇരിക്കുകയാണ്. നമ്മളെ പഴയ ട്രിക്ക് ഞാൻ കില്ല് തരത്തില്ല. ബാക്കിൽ ഏണിയില് അവിടെ ആള് കാണുക കൺഫേം. എനിക്കൊരു സ്മോക്ക് ഇട്ട് കൊടുക്കാം. ഈ സ്മോക്ക് ഇട്ട് പറത്തുന്നു അവിടെ. കണ്ണ് കാണാൻ ഒറ്റ വരുന്നത്. എന്നിട്ട് ഇപ്പുറത്തെ ഏണി കൂടെ കയറാം വാ. പക്ഷെ ഇപ്പുറത്തെ ഏണി ഇല്ലടാ. അത് അപ്പുറത്താണ്. മറ്റേ അവിടെ ആ സൈഡിലാണ്. ഗൗരി എനിക്ക് അവളെ അടിക്കണമെന്നുണ്ടായിരുന്നു. സംബന്ധിച്ചേ
വലിയ അടുത്തുള്ള തന്നെയാണ് നമ്മൾ അറിഞ്ഞു വെച്ചു. അതെ ആരാ ഒരു വസ്ത നിൽക്കല്ലേ അവന്മാരെ അറിഞ്ഞു പോകും. പോടാ മയില് മൂഞ്ചി. ആ സ്ട്രീക്കിൽ അങ്ങോട്ട് പോയതായിരുന്നു. കൊന്നു കൊന്നുടാ. ഞാൻ ചൊണ്ണയാണ് കൊടുക്കാം. ഒരു മിനിറ്റ് ലൊക്കേഷൻ എടാ സംബന്ധിച്ച ഞാൻ ഇങ്ങനെ കേറിയിട്ട് മേളിലേക്ക് തുപ്പ നോക്കുക. എന്നാണോ മേളിക്കുന്നത്? മേളിലേക്ക് ഒരു ബോംബ് കിട്ടുക. ബോംബ് മേളിലേക്ക് നീ എന്നാടാ എനിക്ക് അടി വന്നേ? Enemy down. ബേസ്മെന്റ് ഉണ്ട് ഇവിടെ അല്ലേ? അപ്പോ മേളിലാണോ മാറി? താഴെ താഴെ എല്ലാണോ താഴെ. എടാ എന്തുവാടാ അറിഞ്ഞിട്ടാ അതിന്റെ ബാക്കിന്ന് ഫ്രണ്ടിന്ന് സൈഡിന്ന്. കുഴപ്പമില്ല. ഇപ്പഴും എന്റെ സ്കോർ സ്ട്രീക്ക് ഒന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അറിയാൻ എനിക്ക് അറിയാത്തന്നല്ല നായ്ക്കളെ. ഭയങ്കര അലമ്പാടാ. അറിഞ്ഞിട്ടുള്ളൂ. മൂഞ്ചടാ. എനിക്ക് ആ മോനുവിനെ കയ്യിൽ കിട്ടണം. എനിക്ക് അവനെ അറിഞ്ഞാ പറ്റും. നീയാണെന്ന് വിചാരിച്ച് ഞാൻ മൈൻഡ് ചെയ്തില്ല. അറിയാം സീനില് ഇപ്പഴും നമ്മള് ഗൗരി ഒളിച്ചിരിക്കുന്നു. Enemy down. എനിക്ക് അടിക്കാൻ അറിയാത്തല്ല. ഞാൻ വന്നപ്പോ Targets in sight. Enemy contact. They're hurting. Keep fighting. മോനെ സർജിക്കൽ സ്ട്രൈക്ക് അതേ പറ്റത്തുള്ളൂ. ബോംബൊക്കെ ഇട്ടിട്ട് പറ്റിയാണല്ലേ സർജിക്കൽ സ്ട്രൈക്ക്. സർജിക്കൽ സ്ട്രൈക്ക് അല്ലടാ, ഇതൊക്കെ കലിപ്പന്റെ സ്ട്രൈക്ക് എന്ന് പറഞ്ഞു. ഈ സാധനം ഉപയോഗിച്ചിട്ടൊന്നും കൊല്ലാൻ പറ്റിയില്ലേ ഞാൻ. പിന്നെ കയ്യിലാരണ്ട് എണ്ണ ഒഴിച്ച പോലെ അങ്ങ് നനയും. എനിക്കെന്താ അസുഖം ഉണ്ടെന്ന് തോന്നണം. ഗൗരീനെ കൊല്ലണമെന്നുണ്ടായിരുന്നു.
ഊതണം. ഞാന് സ്കോർ സ്ട്രീക്ക് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. എന്റെ ഇപ്പഴും കിടക്കും. ഞാൻ അതൊക്കെ വെച്ചറിയുന്നത് തീർത്തപ്പോഴേ കളി തീർത്തനെ. അപ്പൊ അണ്ണാക്കിൽ വന്ന് കയറി തോക്കിന്റെ കൊണ്ട് അതുകൂടെ കൊണ്ടുവരാ എന്റെ പട്ടീനെ കൊല്ലുന്നോ നായ. Enemy contact. എന്തുവാടാ എന്താണ് ഈ നാട്ടില്? ഇല്ല അമേരിക്കയിലോ ലണ്ടനിലോ ജനിച്ചാ മതി. We've taken the lead. ഊതണം. ആരാണത്? കറക്റ്റ് അടിച്ചു. വരുന്നുണ്ട് ആരും വരുന്നുണ്ട്. വാടാ എന്റെ പള്ളി മാറാ. സീഫർ നോക്കണം മാറാ. മാറിക്കോ. യോ പട്ടി വരുന്നുണ്ട്. വേറൊരു Predator missile inbound. മിസൈൽ ഇനി അടുത്തരാം. Friendly ഇതിപ്പോ എവിടെയെങ്കിലും hunter-killer പറക്കണം. drone deployed. മോനെ ഇത് പ്രശ്നമില്ലടാ. ലേൺ ഫ്രം മിസ്റ്റേക്സ്. Online. ഇറ്റ്സ് ഓക്കേടാ. Enemy down. പിന്നെ പിന്നെ ഒളിച്ചൊക്കെ ഓരോ മൂലത്തിരിക്കുന്നു കൊച്ചു കള്ളന്മാർ. Enemy down. അത്രയുള്ള ഒരു MVP ആക്കിയ അണ്ണൻ ഒരു MVP ആകും. നൈസ് കളിയായിരുന്നു. സെറ്റ് കളി കേട്ടോ. ഐ ലൈക്ക് ഇറ്റ്. Good job. ഐ ലൈക്ക് ഇറ്റ്. ഇനി കളിക്കുന്നുണ്ടോ? വെടിവെച്ച് കൈയൊക്കെ തണുപ്പിച്ചടാ.